ശക്തമായ സിഹർ കൊണ്ട്, ഐന് കൊണ്ട്, ശൈത്വാനിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായ പ്രയാസത്തിലായ എത്രയോ ആളുകളുണ്ട്. ആഭിചാരക്രിയയൊക്കെ മറ്റുള്ളവർ ചെയ്തു വെച്ച് കൂടോത്രവും ആഭിചാരക്രിയയും മാരണപ്രവർത്തനങ്ങളും ചെയ്തു വെച്ച് ആ സ്ഥലത്ത് താമസിക്കുന്നവരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് വർഷങ്ങളോളമായി അനുഭവിക്കുന്നവർ, പഴക്കമേറിയ പല ആഭിചാരക്രിയ സിഹർ കാരണം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്ക് അവർ അനുഭവിക്കുന്ന ആ സിഹറിൽ നിന്നും, ഐനിൽ നിന്നും, ശൈത്വാനിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും നിമിഷങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്ഭുതകരമായൊരു ഇസ്മുണ്ട്. ഏത് കൊലകമ്പം ചെയ്തു വെച്ചതാണെങ്കിലും, എങ്ങനെ വന്നതാണെങ്കിലും, അത് നിമിഷങ്ങളെ കൊണ്ട് അത്തരം ആഭിചാരക്രിയയും കൂടോത്രവും ക്ഷുദ്രപ്രയോഗവും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിഷ്ഫലമാകുന്ന, വിതറപ്പെട്ട ധൂളികളെപ്പോലെ അത് ഇല്ലായ്മ ചെയ്യുന്ന അത്രമേൽ ശക്തിയുള്ള അത്ഭുതകരമായൊരു ഇസ്മാണ് ഈ ഇസ്മ്. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്ത് അവരനുഭവിക്കുന്ന ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവർ അത് ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ നിമിഷങ്ങളെ കൊണ്ടത് നിഷ്ഫലമായി പോകും. അത് എത്ര വലിയ പഴക്കമുള്ളതാണെങ്കിലും ബാത്തിലായിട്ട് തിരിച്ചു വരുന്നതാണെങ്കിലൊക്കെ അതില്ലായ്മ ചെയ്യപ്പെടാൻ സാധിക്കും. അത്രമേൽ പവിത്രമേറിയ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിധിയുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ഇസ്മ ചൊല്ലുന്നതെങ്കിൽ അത് കിട്ടാനുള്ള എല്ലാ മറകളും നീങ്ങി, തടസ്സങ്ങളും നീങ്ങി, ആ നിധി പുറത്തു വരാനും അതിൻ്റെ എല്ലാ മറകളും നീങ്ങിയിട്ട് അത് വെളിവാകാനും കാരണമാകുന്ന അത്രമേൽ സവിശേഷമായൊരു ഇസ്മാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ. അള്ളാഹുവിൻ്റെ കശ്ഫ് ലഭിച്ചവരുടെ ഒരു ദിക്റാണ് ഈ ഇസ്മ എന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ചൊറിച്ചിലുള്ളവർ, ചിരങ്ങുള്ളവർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരു വരുന്ന ആളുകൾ, ഒരു മുളിഞ്ഞ പോലെ ശരീരത്തിൻ്റെ സ്കിന്ന് ഡ്രൈ ആയി കിടക്കുന്ന ആളുകൾ, സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന ഒരു ഇസ്മും കൂടെയാണ് ഈ ഇസ്മ. വലിയ രക്ഷയും ഹിഫ്ലും സുരക്ഷിതത്വവും ലഭിക്കാൻ കാരണമാകുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിൻ്റെ അക്ഷരസംഖ്യ എത്രയാണെന്ന് പറയുന്നുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, കൃത്യമായി എല്ലാം വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർ മാത്രമാണ് വരേണ്ടത്. പലപ്പോഴും വീടും സ്ഥലവും വരേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബുക്ക് ചെയ്യാതെ വരുന്നവരുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ വരുന്നവരുണ്ട്. അവരോട് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തണം. നമ്മൾ കറക്റ്റ് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നതാണ്. ഒരാൾക്ക് 10 മിനിറ്റേ സമയം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുക്കിംഗ് കിട്ടിയ ആളുകൾ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയിക്കൽ സ്റ്റോറി ഇട്ടും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെക്കുന്നവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെയും സേവ് ചെയ്ത് വെക്കണമല്ലോ. അതുകൊണ്ട് പലപ്പോഴും അത് പലരും അറിയാത്തത് കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ ചൊവ്വാഴ്ചയിലുള്ള കൺസൾട്ടേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകൾ ചെയ്യാനും അതിലേക്ക് പ്രവർത്തിക്കാനും അതിലേക്ക് അടുക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ നാമങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിൻ്റെ പവിത്രമേറിയ ആ ഇസ്മുകൾ, അതിൻ്റെ ശക്തി അപാരം തന്നെ. അതുകൊണ്ട് അറിഞ്ഞു പ്രവർത്തിച്ചവർക്ക് അതുമാത്രം മതിയാകുന്നതാണ് അവരുടെ ജീവിത വിജയങ്ങളെ നേടിയെടുക്കാൻ, ജീവിത പ്രയാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ. അതുമാത്രം മതി എന്നുള്ളതാണ്. മഹാന്മാരൊക്കെ അസ്മാ ഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട ഓരോ ഇസ്മുകളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ എത്ര പേജുകളാണ് അവർ ചെലവഴിച്ചത്. നമ്മളിവിടെ പറയുന്നത് അതിൽ നിന്ന് വളരെ തുച്ഛം മാത്രമാണ്. കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുത്താൽ
എത്രയാണോ അത് കിട്ടുന്നത് അത്രയോ പോലും നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ അമല് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന ഈ അമല് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഇസ്മിനെക്കുറിച്ച് ചുരുങ്ങിയത് മനസ്സിലാക്കി വെക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതാണ് ഇത്ര ചുരുക്കി പറയുമ്പോൾ ഇത്രമേൽ പറയാൻ സാധിക്കുമെങ്കിൽ എത്രമേൽ അതിനെക്കുറിച്ച് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്മാ ഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവർക്ക് എന്തെല്ലാം ഗുണഫലങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാലിഹീങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന ഒരാളും അസ്മാ ഉൽ ഹുസ്നെ കാണാതെ പഠിക്കാത്തവരായിട്ടുണ്ടാകരുത്. കാണാതെ പഠിച്ചവർ അതിൻ്റെ റിയാവ പൂർത്തിയാക്കി വിട്ടുക. നമ്മൾ ഈ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ അമലുകൾ പറയുമ്പോഴും അതിന് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും അതിൻ്റെ റിയാവ പൂർത്തിയാക്കി വീട്ടുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അർ റഖീബ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. നമുക്കറിയാം അർ റഖീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇവിടെ നേരിട്ട് വരുന്ന ചെറിയ മക്കൾ, വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ചില വിഷയങ്ങളിൽ ഈ റഖീബ് എന്ന ഇസ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വാലിഹീങ്ങൾ പറഞ്ഞൊരമലാണത്. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല ഫലമുള്ള അമലാണ്. പല ആളുകളും ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ്. മക്കൾ വഴികേടിലായി നടക്കുമ്പോൾ അവർ സൽപന്താവിലല്ലാതെ അവർ ദിശ തെറ്റി ഒരു സമുദ്രത്തിൽ ആടിയുലയുന്ന ഒരു നൗകയെപ്പോലെ ദിശയില്ലാതെ വഴിതെറ്റി അബദ്ധസഞ്ചാരത്തിലൂടെ അവരുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, അവരെ ഇസ്ലാമിക പാതയിലേക്ക്, സിസ്റ്റത്തിലേക്ക്, കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ഈ ഇസ്മിനുള്ള ശക്തി അപാരം തന്നെയാണ്. പലപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് അർ റഖീബ് എന്ന് പറയുന്ന ഇസ്മ. എല്ലാം വീക്ഷിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, സംരക്ഷകൻ എന്നൊക്കെയാണ് ഈ മഹത്തായ ഇസ്മിൻ്റെ അർത്ഥം. ഒരാളൊരു വസ്തുവിനെ തൊട്ട് കണ്ണെടുക്കാതെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വിട്ടുപിരിയാതെ നിരന്തരം അതിൻ്റെ പിന്നാലെ തന്നെ കൂടിയ കാരണത്താൽ ഈ വസ്തു അവൻ്റെ സംരക്ഷണത്തിലാണെന്ന് പറയാം അല്ലേ. ഒരു നിമിഷവും പിന്തുടരാതെ, അത് മാത്രം ഒഴിവാക്കാതെ, അത് മാത്രം നോക്കി അതിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ട് ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നു. അപ്പോൾ അവൻ്റെ ശക്തിയായ ശ്രദ്ധ കാരണത്താൽ ശത്രുക്കൾക്ക് അതിനെ സമീപിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ അവൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിനോട് അടുക്കാൻ പോലും ആരും ധൈര്യം കാണിക്കുന്നില്ല. ഈ ഗുണങ്ങളുള്ളവനെയാണ് അർ റഖീബ് എന്ന് പറയാം. അപ്പോൾ ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം, ശ്രദ്ധ അതിൽ നിന്ന് എടുക്കുന്നില്ല, അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു നിമിഷം പോലും അതിൽ നിന്ന് ശ്രദ്ധ മാറുന്നില്ല. അപ്പോൾ അവൻ്റെ ശത്രുക്കൾക്ക് അത് അപഹരിക്കാനോ അത് എടുക്കാനോ കഴിയുന്നില്ല. കാരണം ഇവൻ്റെ ശ്രദ്ധ അതിൽ മാത്രമാണ്. അങ്ങനെയുള്ള ആ അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിട്ട് അത് സംരക്ഷിക്കുന്ന, അത് നോക്കുന്ന, ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന അത്തരം ആളുകൾക്ക് അത്തരം ഗുണഫലങ്ങളുള്ളവനെയാണ് അർ റഖീബ് എന്ന് പറയാറുള്ളത്. അത് സർവ്വ ജീവജാലങ്ങളെയും നിരീക്ഷിക്കുന്ന അള്ളാഹുവിന് മാത്രമാണ് പൂർണ്ണാർത്ഥത്തിൽ അത് ഉപയോഗിക്കുക അല്ലേ. ഇവിടെയുള്ള ഏത് വസ്തുക്കളെയും ഇതുപോലെ സംരക്ഷിച്ച്, വീക്ഷിച്ച്, സംരക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ്. നമുക്ക് കഴിയുന്നില്ല. ഇപ്പം നിങ്ങൾ ഇവിടെയുള്ള എൻ്റെ മുമ്പിലുള്ള ഈ മൈക്കോ അല്ലെങ്കിൽ ഈ ചെയറോ, എൻ്റെ മുമ്പിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ നിങ്ങൾക്ക് വീക്ഷിക്കാനോ സംരക്ഷിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് നിങ്ങളുടെ പരിമിതിയാണ്. അത്രമാത്രം പരിമിതപ്പെടുത്തിയ കഴിവേ നിങ്ങൾക്കുള്ളൂ അല്ലേ. എത്രമേലെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ റൂമിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെ, ചുമരിനപ്പുറത്തുള്ള വസ്തുക്കളെ പോലും കാണാൻ സാധിക്കുന്നില്ല. അത്ര കഴിവേ നമുക്കുള്ളൂ എന്ന്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ അള്ളാഹു ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. നമ്മുടെ അയൽവാസിയുടെ അപ്പുറത്തുള്ള വീട്, ആ വീട്ടിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കേൾവിക്ക് അവിടെ പരിമിതിയുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാണ്. ഒരു പുൽച്ചാടി, ആ പുൽച്ചാടിയുടെ ശരീരത്തിൻ്റെ 32-38 ഇരട്ടി ഉയരത്തിൽ ചാടാൻ സാധിക്കുമെന്ന് സയൻസ് പറയുന്നു. നമുക്കിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ 8 ഇരട്ടി ഉയരത്തിൽ
8 മടങ്ങ് ഉയരത്തിൽ, 9 മടങ്ങ് ഉയരത്തിൽ, 10 മടങ്ങ് ഉയരത്തിൽ നമുക്ക് ചാടാൻ സാധിക്കുമെങ്കിൽ ഇന്ന് വലിയ വലിയ ബിൽഡിങ്ങുകളിലേക്ക് ലിഫ്റ്റ് സംവിധാനത്തിൻ്റെ ആവശ്യം എന്താണ്? അവിടെയും നമുക്ക് കഴിവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നിരീക്ഷിക്കാനും എല്ലാം സംരക്ഷിക്കാനും എല്ലാം വീക്ഷിക്കാനും പൂർണ്ണാർത്ഥത്തിൽ കഴിവുള്ളവൻ ജഗൻ നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. പക്ഷേ ഈയൊരു വിഷയം, ഈയൊരു ഇസ്മിൻ്റെ അർത്ഥം നമ്മൾ, ഇതിൻ്റെ ആശയം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇസ്മ് നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലെ വ്യാപാരങ്ങൾ പോലും വിചാരങ്ങൾ പോലും അള്ളാഹുവിനെ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു അത് കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പ് ചില ചിന്തകളും ചില വിചാരങ്ങളും മനസ്സിലേക്ക് വരും. ആ വിചാരങ്ങൾ പോലും ജഗൻ നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്ത് നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ഈ മൗസ് പോലെയുള്ള ഓരോ വസ്തുക്കളെ കാണാൻ പറ്റുന്നവയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശബ്ദം ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? ഇല്ല, അത് വിസിബിൾ അല്ല എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിചാരങ്ങൾ, ഞാനിത് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ, ഇതെല്ലാം അല്ലാഹു ഈ പറഞ്ഞതുപോലെ ഒരു നിമിഷം വിടാതെ, ഒരു അണുമണിത്തൂക്കം വ്യത്യാസമില്ലാതെ അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അർത്ഥം നമുക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ അമലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരെങ്കിലും ഈ ഇസ്മ്, അപ്പോൾ ഈ ഇസ്മ് നമ്മോട് എന്താ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു നമ്മുടെ ചിന്തകളിലേക്ക്, കൽബിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെ മുമ്പുള്ള ചിന്തകളെയും എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും പ്രവർത്തനങ്ങളൊക്കെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം. അപ്പോൾ ഒരാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരിക, ഇതൊരു നിമിഷം വിടാതെ ഇടതടവില്ലാതെ അള്ളാഹു ഈ ചിന്തകളെ വരെ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദുഷ്ചിന്തകളൊക്കെ ഒഴിവാക്കാൻ നമ്മോട് ഇസ്മ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും 40 ദിവസം നോമ്പനുഷ്ഠിക്കുക, ഇത് കുറച്ച് ശക്തിയേറിയ ഒരു അമലാണ്. പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അമൽ പറയുകയാണ്, പൂർവികർ പലരും ചെയ്തിരുന്നൊരമലാണ്. 40 ദിവസം നോമ്പെടുത്ത് ഈ ഇസ്മ ചൊല്ലിയാൽ അയാളിലൊരു പ്രത്യേക അവസ്ഥ സംജാതമാകുന്നുള്ളതാണ്. അത് ആ ഒരു റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ടൊരു പ്രത്യേക സാഹചര്യം. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾക്കൊക്കെ വലിയ വലിയ റിയാദകളുണ്ട്. മാസങ്ങളോളം വിജനപ്രദേശത്ത് മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട് ഏകാന്തമായി മനുഷ്യരിൽ നിന്നെല്ലാം അകന്ന് ഏകാന്തമായി മലമുകളിലും കാടുകളിലൊക്കെ ആളുകൾ റിയാദക്കിരിക്കും. വലിയ വലിയ സൂഫികൾ, ഔലിയാക്കൾ, അവരൊക്കെ റിയാദക്കിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങളൊക്കെ അത്തരം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? മഹാന്മാരൊക്കെ റിയാദക്കിരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ അജ്മീറിലൊക്കെ സിയാറത്ത് പോയവരാണെങ്കിൽ ഉത്തരേന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് യാത്ര പോയവർക്കൊക്കെ അറിയാം, ചില ഗുഹകൾ, അവിടേക്ക് നമുക്ക് എത്തിപ്പെടൽ തന്നെ വളരെ പ്രയാസമാണ്. അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പലപ്പോഴും സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടെ പറയും, ഇവിടെയാണ് ഈ മഹാന് മാസങ്ങളോളം റിയാദക്കിരുന്നത്, 3 വർഷം ആ മഹാൻ ഇവിടെയാണ് റിയാദയിലുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ട അത്തരം സ്ഥലങ്ങൾ മഹാന്മാർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. നമുക്കങ്ങനെയൊന്നും കഴിയൂല. നമ്മൾ ഈ അവസാന കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആഖിറു സമാനിലെ അങ്ങേയറ്റം മോശപ്പെട്ട് ജീവിക്കാൻ, അല്ലേ, തെറ്റുകളിൽ അമർന്നു ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പോൾ നമുക്ക് കഴിയാവുന്നത് നമുക്ക് ചെയ്യുക. ഈ വിഷയം പറഞ്ഞതാണ്. അപ്പോൾ അവരൊക്കെ 40 ദിവസം ഒരു മനുഷ്യരോടും സംസാരിക്കാതെ ഏകാന്തമായി ഉള്ളിലിരുന്ന് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച് അള്ളാ എന്ന ചിന്തയിൽ മാത്രം, അതിനെ ആ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നും അവരുടെ മനസ്സിലേക്ക് വരില്ല. അവരിൽ പലർക്കും കാവൽ നിൽക്കുന്നത് വലിയ വലിയ ഹിംസ്ര ജന്തുക്കൾ, കടുവകൾ, അതേപോലെ സിംഹങ്ങൾ, ആനകൾ, കരടികൾ, ഇവരൊക്കെയാണ് അവർക്ക് കാവൽ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ റിയാദക്കിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കൂ. കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ.
നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ കാണാൻ പറ്റുന്ന മലപ്രദേശങ്ങളുടെ ഉള്ളുകളിലൊക്കെ ഉള്ളവരുണ്ട്. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ച് റിയാദയുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഇത്തരം മഹാന്മാരെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിൽ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അറിയിക്കേണ്ട, ഓർമ്മപ്പെടുത്തണം. അപ്പോൾ 40 ദിവസം നോമ്പനുഷ്ഠിച്ച് ഈ ഇസ്മിങ്ങനെ ചൊല്ലിയാൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് ഒരു ആധ്യാത്മിക ദർശനം ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ അയാളോടൊപ്പം മലക്കുകളും ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ഇതാണ് ഈ ഇസ്മിൻ്റെ ഒരു സവിശേഷത. പിന്നെ അയാൾ എവിടെ ചെന്നാലും, ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾ ഏതു പ്രദേശത്ത് ചെന്നാലും എവിടെ ചെന്നാലും അവിടെ വല്ല ക്ഷുദ്രപ്രയോഗവും അല്ലെങ്കിൽ ആഭിചാരക്രിയ, സിഹർ, മാരണപ്രവർത്തനം, കൂടോത്രം, ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ അവരുടെ ദുഷ്ചിന്തയിൽ നിന്ന് വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ദുഷ്ക്രിയകൾ, മാരണപ്രവർത്തനങ്ങൾ, ആഭിചാരക്രിയകൾ അതൊക്കെ നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ്. 40 ദിവസത്തിൽ നിന്നുള്ള ഓരോ ദിവസവും 4440 തവണ ഇത് ആത്മാർത്ഥമായി അവർ ചൊല്ലിക്കൊണ്ടിരിക്കും ആ സമയത്ത്. അപ്പം മനക്കരുത്ത് മുറിഞ്ഞു പോകാത്ത നിലയിൽ പൂർണ്ണ ശുദ്ധിയോടുകൂടെ അവർ ഈ ഒരു കഠിനമായ ഒരു സപര്യയിലൂടെ അവർ കടന്നു പോകും. അങ്ങനെയാണ് അവർ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തുക. ഇങ്ങനെ പല അവസ്ഥാവിശേഷങ്ങളും അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുമ്പോൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്തരം വിഷയങ്ങളിലേക്ക്, കഠിനമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ഒരു ഷെയ്ഖിൽ നിന്ന്, ഒരു ഉസ്താദിൽ നിന്ന് അതിൻ്റെ ഇജാസത്ത് വാങ്ങിച്ച് പ്രത്യേകമായൊരു തെർബീയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പൂർണ്ണാർത്ഥത്തിൽ ഖൈറിലായി സംഭവിക്കുക. ചിലപ്പോൾ ബുദ്ധിഭ്രമം സംഭവിക്കാൻ, ചിലപ്പോൾ മാനസിക നില തെറ്റാനൊക്കെ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മീയമായിട്ടൊരു പിടിവള്ളി, ഒരു നേതൃത്വം, ഒരു ഷെയ്ഖ്, ഒരു നമ്മളെ തർബിയത്ത് ചെയ്യാൻ ഒരു മുറബി ഒന്നും നമുക്കില്ല എങ്കിൽ ചിലപ്പോൾ അവിടെ നാം ഉദ്ദേശിച്ചത് വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന രൂപത്തിൽ ചിലപ്പോൾ മനോനില തെറ്റാനൊക്കെ കാരണമാകും. അത്തരം അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ പറയാറുള്ളത് അസ്മാഉൽ ഹുസ്നയുടെ ചെറിയ റിയാദയാണ് അല്ലേ. എല്ലാവർക്കും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാദയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അത്തരം റിയാദകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചാൽ അത് ഉപകാരപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഈ നാമത്തെ ഇസ്മിനെ ധാരാളം പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവർക്ക് ഇബാദത്തുകളിൽ ഭയഭക്തിയും സൽപ്രവർത്തനങ്ങൾക്ക് പ്രേരണയും ഉണ്ടായിത്തീരും. അയാളുടെ സമ്പത്തും സന്താനങ്ങളും ആഫത്തിൽ നിന്ന് സുരക്ഷിതമായി തീരുകയും ചെയ്യും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദത്തുകളിൽ തീരെ സൂക്ഷ്മതയില്ലാതെ തക്ബീറിനങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഹലാലായത് ഹറാമായി എന്നാണ്. സംസാരിക്കാൻ പിന്നെ പാടില്ല, പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിന്നെ നടക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഉപാധി അല്ലേ. എന്നാൽ നിസ്കാരത്തിലേക്കങ്ങ് കൈ കെട്ടിക്കഴിഞ്ഞാലാണ് പലർക്കും പല ചിന്തകളും മനസ്സിലേക്ക് വരിക. എൻ്റെ ബാലൻസ് എന്തായി, എൻ്റെ മോള് ഇപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും, എൻ്റെ മോൻ്റെ ജോലി ശരിയായോ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും മനസ്സിലേക്ക് വരിക. അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ തക്ബീർ അങ്ങ് കെട്ടലോടുകൂടെ ചിന്തയിൽ അള്ളാഹ് എന്നത് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ രൂപത്തിലേക്ക് എത്താൻ ഈ ഇസ്മ ഒരു കാരണമാകും എന്നുള്ളതാണ്. ഈ സ്കിന്നിലുണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. ചിരങ്ങ്, ചൊറി, വട്ടച്ചൊറിയൊക്കെ ഉള്ള ആളുകൾ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുരു വരുന്ന ആളുകൾ, സ്കിന്നിങ്ങനെ വിരളി പിടിച്ച് ഡ്രൈ ആയി കിടക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഒരു മാറ്റം ഇല്ലാത്ത ആളുകൾ. നമ്മുടെ ഇടയ്ക്കിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു വലിയ പ്രയാസത്തോടു കൂടെ. അപ്പോൾ നമ്മളത്തരം ആളുകളുടെ പേരൊന്നും പറയാറില്ല, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ആർക്കും ആരാന്നൊന്നും അറിയൂലല്ലോ. അതുകൊണ്ട് നമ്മളത് വിഷയം മനസ്സിലാക്കാൻ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് അവർക്ക് നൽകിയ അള്ളാഹുവിന് നമുക്ക് നൽകാതിരിക്കാമായിരുന്നു, അങ്ങനെ നൽകിയതിലെന്തോ ഒരു രഹസ്യമുണ്ട്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ ഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു തന്നപ്പോൾ അവരുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മുഴ പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്.
അതുകൊണ്ട് അവർ വലിയ പ്രയാസത്തിലാണ്. ആ ജോലിയെ ബാധിക്കുന്നു. കാരണം ശരീരം മുഴുവനുണ്ട്, മുഖത്തും കയ്യിലും എല്ലായിടങ്ങളിലുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ആജിലായ കാമിലായ ഷിഫ നൽകട്ടെ. അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കണം, ഒരത്ഭുതം സംഭവിക്കണം. അത് ഇത്തരം ഇസ്മുകൾക്ക് കാരണമാകും. അപ്പോൾ ചിരങ്ങ് ചൊറി, വട്ടച്ചൊറി, അതേപോലെ ഇങ്ങനെ കുരു ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക, അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. ചില സഹോദരിമാരുടെ വിവാഹമൊക്കെ മുടങ്ങുന്നത് അവരുടെ സ്കിന്നിലുള്ള ഇത്തരം പ്രോബ്ലങ്ങൾ കാരണമായിട്ടാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇസ്മു 300 തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുക. ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവരുടെ രോഗം സുഖപ്പെടും ബിഇദ്നില്ലാഹി തആല എന്ന് മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാമുകൾ പറഞ്ഞതായിട്ട് കാണാം. ഇബാദത്തിൽ ആത്മാർത്ഥത ലഭിക്കാൻ വളരെയധികം ഫലം ലഭിക്കും, സൽപ്രവർത്തനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയുണ്ടാകും എന്നൊക്കെ ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലുന്നവരുടെ ഗുണവിശേഷണങ്ങളിൽ പെട്ടതായിട്ട് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെയൊക്കെ ശരീരത്തിൽ ഇതാണ് നമ്മൾ പറയാറുള്ളത്. മദ്രസയിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന നമ്മുടെ മക്കളുടെ ശരീരത്തിൽ അവരുടെ തലയിൽ കൈവച്ച് അവരുടെ പിരടിയിലൊക്കെ കൈവച്ച് യാ റഖീബ് യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഒരു 3 തവണ ചുരുങ്ങിയത് പറഞ്ഞാൽ, അവർ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങളിൽ പെടാതിരിക്കാനും അവർ സൽവഴിയിൽ സഞ്ചരിക്കാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്കുള്ള ഒരു പ്രതിസന്ധി, ഒരു വെല്ലുവിളി, എൻ്റെ മോൻ സ്കൂളിൽ പോയാൽ അവരുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ആ കൂട്ടുകെട്ടൊക്കെ നല്ല കൂട്ടുകെട്ടാണോ, ലഹരി, മദ്യം, MDMA, LSD ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ മദ്യോൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ ഇതിൻ്റെ വിപണന കേന്ദ്രങ്ങളിലോ കണ്ണികളിലൊക്കെ ഇവനുണ്ടോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലപ്പോഴും പല കേസുകളും വരുമ്പോഴാണ്, മകൾ ഒളിച്ചോടുമ്പോഴാണ് ചില ബന്ധങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. നമുക്കിവിടെ ചെയ്യാനൊന്നുമില്ല. സ്കൂളിൽ പോയിട്ട് മോളെ കൂടെ മോൻ്റെ കൂടെ എല്ലാ സമയത്തും ഇരിക്കാൻ നമ്മളെ കൊണ്ടാവൂലല്ലോ. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു അമലാണ് നമ്മുടെ മക്കൾ സൽപാന്താവിൽ എത്താൻ, സൽവഴിയിലൂടെ സഞ്ചരിക്കാൻ അവരുടെ തലയിൽ കൈവച്ച് വളരെ ആത്മാർത്ഥമായിട്ട് യാ റഖീബ് യാ അല്ലാഹ് എന്ന് ചൊല്ലൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ ഉണ്ടാകും. ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാലോ. സദാസമയവും ഒരു നിമിഷവും കൈവിടാതെ വീക്ഷിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, നിരീക്ഷിക്കുന്നവൻ, ഒരു പ്രത്യേക ഹിഫ്ള് ഉണ്ടാകാൻ കാരണമാകും. അതേപോലെ തന്നെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപകടങ്ങൾ. മദ്രസയിൽ നിന്ന് വിട്ടുവരുന്ന സമയത്ത്, സ്കൂളിൽ നിന്ന് വിട്ടുവരുന്ന സമയത്ത് ലോറി പാഞ്ഞു കയറി എന്ന് പറഞ്ഞിട്ട് ദാരുണമായി മരണപ്പെടുന്ന എത്രയോ വാർത്തകൾ, അതിൻ്റെ CCTV ഫുട്ടേജസ്, വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ രക്ഷ നേടാൻ ഈ ഇസ്മ കാരണമാകും. ഇതൊരു ദിവസവും ഒഴിവാക്കരുത് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ചൊല്ലാൻ നമുക്ക് വേണ്ടത് എത്രയാണ്? 4-5 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അവർ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളല്ലേ, ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കുട്ടികളോട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ഇടയിൽ. എപ്പോഴും കുട്ടികളെ സലാം പറഞ്ഞ് കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് മുത്തം വെച്ചാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടത്, മദ്രസയിലേക്ക് പറഞ്ഞയക്കേണ്ടത്. അത് വലിപ്പം കൂടുന്തോറും ആ ഒരു ഡിസ്റ്റൻസ്, ഒരു അകൽച്ച ഉണ്ടായി പോകരുത്. ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും മക്കളോട് ഉണ്ടാകണം. അവരിടയ്ക്ക് ഹഗ് ചെയ്യണം, അവർക്ക് ഇടയ്ക്ക് കൈ പിടിച്ച് സലാം പറയണം. അപ്പോൾ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. അത് ഒരു സൈക്കോളജിക്കലി, അത് മാനസികമായിട്ട് അവർക്ക് നമ്മോടൊരു അടുപ്പം തോന്നാൻ കാരണമാകുമെന്നുള്ളതാണ്. ഹഗ്ഗിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ഗുണവും കൂടെയുണ്ട്. നമ്മൾ ഈ വിഷയം അതുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മക്കൾ സൽപന്താവിലേക്ക് വഴി നടത്തപ്പെടാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. ഈ നമ്മൾ കച്ചവടം ചെയ്യാൻ വെക്കപ്പെട്ട ഭൂമി, അതേപോലെ സമ്പത്ത്, മുതലുകൾ, ചരക്കുകൾ, നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലേ, ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ അതിലൊക്കെ ഇത് ഉരുവിട്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ സംരക്ഷണത്തിലും അത് നല്ല രൂപത്തിൽ വിറ്റുപോകാനും അതിന് നല്ല മാർക്കറ്റിംഗ് ലഭിക്കാനൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ ബറക്കത്ത് നൽകട്ടെ. മുങ്ങി നശിക്കുക, നശിച്ചു പോവുക, ചീത്തയായി പോവുക
ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അത്തരം വസ്തുക്കളുണ്ട്. അച്ചാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ കേക്കുകളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അത്തരം സംരംഭകരൊക്കെ ഉണ്ട്. അങ്ങനെ ഹോംലി ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ. അത്തരം ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഗുണഫലമായിട്ട് സംഭവിക്കാൻ കാരണമാകുന്നതാണ്. അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ പൊരുളുകളടങ്ങിയ വലിയ ഫലമുള്ള ഒരു ഇസ്മാണ്. ഈ ഇസ്മ നിധിയുള്ള സ്ഥലത്ത് വെച്ച് ഇതാരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ മറകളും നീങ്ങി, തടസ്സങ്ങൾ നീങ്ങി, ഈ അമൂല്യമായ ഇസ്മ കൊണ്ട് തന്നെ അത് വെളിവാകുകയും അത് പുറത്തു വരികയൊക്കെ ചെയ്യും. ചിലപ്പോൾ ചില ആളുകളൊക്കെ നിധിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾക്കൊന്നും ഇത് ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ നിധിയും എന്തെങ്കിലും ഒരു സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ നിധി കുഴിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ ഷെയ്ത്വാന് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ കുഴിക്കും തോറും അടിയിലേക്ക് പോകുന്നു, അത് സ്ഥലം നീങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്തരം തടസ്സങ്ങളൊക്കെ മറ നീങ്ങി പുറത്തു വരാൻ കാരണമാകും അള്ളാഹുവിൻ്റെ കശ്ഫ് ലഭിച്ചവരുടെ അതിമഹത്തായ ഒരു ഇസ്മ കൂടെയാണ് ഇസ്മ. ഇതിന് ഒരുപാട് മഹത്വങ്ങൾ ഇനിയുണ്ട്. ഇത് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരുപാട് ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കാൻ കാരണമാകും. ഇതിൻ്റെ ആദത് പറയാണ്. ഇതിൻ്റെ ആദത് നമുക്കറിയാം. റഖീബ് എന്ന് പറയുമ്പോൾ റാ 200 പിന്നെ ഖാഫ് 100 യാ 10 ബാ 2. അപ്പോൾ 300, 200, 100, 300, 10, 310, ബാ 2, 312. ഇതിൻ്റെ ആദത് 312. ഈ ആദത് അനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആദതുകളനുസരിച്ചും ചെയ്യാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്ന ചേർത്ത് പിടിക്കുക, റിയാള പൂർത്തിയാക്കി വീട്ടുക. അസ്മാഉൽ ഹുസ്ന ചേർത്ത് പിടിച്ചവർക്കുള്ള ഗുണഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.